പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കുന്നതിലേക്കാണ്. 7 മണിയോടുകൂടി പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കും ഈ വിഷയത്തിലെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും അതുതന്നെയാണ്. അപ്പോൾ എല്ലാ വാർത്തകളും വിശദമായി നോക്കാം. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സെഗ്മെന്റുകളിലേക്കും പോകാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏപ്രിൽ 22 രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം കശ്മീരിലെ പഹൽഗാമിൽ നടക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. 26 ജീവനുകളാണ് അന്ന് നഷ്ടമായത്. ലഷ്കർ എ തോയ്ബയുമായി ബന്ധമുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ടായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. രാജ്യം ശക്തമായ തിരിച്ചടി തന്നെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകി. അതിനുശേഷം അതിനു മുൻപും പിൻപും രാജ്യം ഒറ്റക്കെട്ടായി തന്നെ ഭീകരതയെ ചെറുത്തു. എന്നാൽ പിന്നീട് ഈ ഓപ്പറേഷനുകളുമായി ബന്ധപ്പെട്ടും വീഴ്ചയായി ബന്ധപ്പെട്ടുമൊക്കെ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റേതുൾപ്പെടെയുള്ള ഭാഗത്തു നിന്ന് ഉയർന്നു. അപ്പോൾ ആ സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണ് സഭയിൽ. 16 മണിക്കൂർ ചർച്ചയാണ് ഇന്നലെ ആരംഭിച്ചത്. ആ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാജ്നാഥ് സിംഗ് സഭയിൽ സംസാരിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് ലക്ഷ്യം കൈവരിച്ചതിന് ശേഷമാണ് എന്നും രാജ്നാഥ് സിംഗ് സഭയിൽ പറഞ്ഞു. യാതൊരു ബാഹ്യ സമ്മർദ്ദവും ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കുന്നതിന് പിന്നിലില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അമേരിക്കൻ സമ്മർദ്ദത്തിൽ, ട്രംപിന്റെ ട്വീറ്റ് ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ സമ്മർദ്ദത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ അവസാനിപ്പിച്ചു എന്നതായിരുന്നു. പക്ഷേ ഭീകരർക്ക് ശക്തമായ തിരിച്ചടി നൽകിയതിനു ശേഷമാണ് ആ ഓപ്പറേഷൻ അവസാനിപ്പിച്ചതെന്നും ഏത് സമയവും ഭീകരർക്കെതിരെ യുദ്ധം തുടരാൻ തയ്യാറാണ് എന്ന കാര്യവും ഇന്നലെ രാജ്നാഥ് സിംഗ് സഭയിൽ പറഞ്ഞു. कभी कभी हमारे प्रतिपक्ष के लोग ये पूछते रहे हैं कि हमारे कितने बीमार गिरे. मुझे लगता है उनका यह प्रश्न हमारी राष्ट्रीय जनभावनाओं का सही से प्रतिनिधित्व नहीं कर रहा है. मुझे लगता है उन्होंने एक बार भी हमसे यह नहीं पूछा कि हमारी सेनाओं ने दुश्मन के कितने विमान मारे गिराए. यदि उन्हें प्रश्न पूछना ही है अध्यक्ष महोदय, तो उनका प्रश्न यह होना चाहिए क्या भारत ने आतंकवादी ठिकानों को तबाह किया? तो उसका उत्तर है हाँ. ഇന്ന് ചർച്ച പുനരാരംഭിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചപ്പോൾ രാജ്യം കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത ഇന്ന് കേട്ടു. ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ആക്രമണത്തിന് നേതൃത്വം നൽകിയ 3 ഭീകരരെയും വധിച്ചു എന്ന കാര്യമാണ് അമിത്ഷാ ഇന്ന് സഭയിൽ സ്ഥിരീകരിച്ചത്. ऑपरेशन महादेव में सुलेमान उर्फे फैजल जट, अफगान और जिब्रान 3 आतंकवादी सेना, सीआरपीएफ और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए. और माननीय अध्यक्ष जी, ये जो सुलेमान है ए श्रेणी का लश्कर ए तोयबा का कमांडर था पहलगाम हमले में, और गगनगिर आतंकी हमले में वो लिप्त था. इसके ढेर सारे सबूत हमारी एजेंसियों के पास है. अफगान ए श्रेणी का लश्कर ए तैयबा का आतंकवादी था और जिब्रान भी ए ग्रेड आतंकवादी था. और माननीय अध्यक्ष जी, मैं सदन को
और सदन के माध्यम से पूरे देश को बताना चाहता हूं, जिन्होंने बैसरन घाटी में हमारे प्रवासियों को, नागरिकों को मारा था, ये तीनों आतंकवादी ये थे और तीनों मारे गए। അമിത്ഷാ നടത്തിയ പ്രസംഗമാണ് നമ്മൾ കണ്ടത്. സുലൈമാൻ, ജിബ്രാൻ, അഫ്ഗാൻ ഈ 3 ഭീകരരായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ളത്. ഇവരെ വധിച്ചു എന്ന നിർണായക വിവരമാണ്, രാജ്യം കേൾക്കാൻ കൊതിച്ച വിവരമാണ് അമിത്ഷാ പങ്കുവച്ചത്. ഇവരുടെ പാക് ബന്ധം തെളിയിക്കുന്ന വിവരങ്ങളും ഇന്ന് അമിത്ഷാ സഭയിൽ പറഞ്ഞു. ലഷ്കർ എ തോയ്ബയുടെ എ കാറ്റഗറിയിലുള്ള ഭീകരരാണ് ഈ സുലൈമാനും ജിബ്രാനും. ഇവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്ത കാര്യം സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെ പാക് വോട്ടർ ID ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന കാര്യം അമിത്ഷാ സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പാക് ബന്ധം വ്യക്തമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവർ പാകിസ്ഥാൻ സ്വദേശികൾ തന്നെയാണ് എന്ന കാര്യം ആവർത്തിക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ നിന്ന് റൈഫിളുകൾ പിടിച്ചെടുത്തു. അങ്ങനെ ഇവർ ഉപയോഗിച്ച ഈ ഭീകരാക്രമണ സമയത്ത് ഉപയോഗിച്ചതുമായി ബന്ധപ്പെടുത്തിയുള്ള ചില തെളിവുകൾ കൂടി ഇന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം സഭയിൽ അമിത്ഷാ സ്ഥിരീകരിച്ചു. सर्जिकल स्ट्राइक और एयर स्ट्राइक में हमने पाक ऑक्यूपाई कश्मीर में ही हमला किया, एक प्रकार से भारत के हिस्से पर ही हमला किया। पाक ऑक्यूपाई कश्मीर हमारा ही, तो हमने तो हमारे हिस्से में हमला किया। मगर इस बार 100 किलोमीटर अंदर घुसकर पाकिस्तान की भूमि पर आतंकवादियों को तबाह करने का काम। और मान्यवर, ये आतंकी के ठिकानों पर हमला हुआ, इसमें मारा कौन गया? हाफिज मोहम्मद जमील जैसे मोहम्मद के प्रमुख मौलाना मसूद अजहर के बहनोई, मुदस्सर खादियान मरकज तैयबा मुरीद का प्रमुख, याकूब मलिक जेएम पदाधिकारी, मोहम्मद हमसा जमील जेएम ऑपरेटिव, मोहम्मद यूसुफ अजहर गंभीर रूप से घायल था फिर मारा गया, जैसे मोहम्मद का आमिर, मोहम्मद हसन खान गंभीर रूप से घायल था फिर मारा गया, जेएम ऑपरेटिव मोहम्मद हसन गंभीर रूप से घायल हुआ, अब्दुल मलिक, खालिद अबू अक्स और नोएम मलिक, इनका कोई पता ठिकाना नहीं। और मान्यवर, ये पूछते थे मुझे कल कि पहलगाम के दोषी कहां गए, वो पहलगाम के दोषी कहां गए? ये जो मैंने, अरे सुनो ना यार, ये जो 10 मैंने नाम पढ़े हैं, इसमें से 8 ये चिदंबरम एंड कंपनी के समय में आतंकवादी घटना घटाने वाले लोगों को नरेंद्र मोदी जी ने मारा। ये हमें पूछते कहां गए? अरे भाई, आपके समय में जो छुप गए थे उनको चुन चुन कर हमारी सेना ने समाप्त कर दिया है। और ये 10 नहीं, कल राजनाथ जी घबराते बोले हैं, अब ऑथेंटिक शब्द का है, मैं बढ़ा नहीं सकता, मगर कम से कम 100 लोगों को हमारी सेना ने समाप्त, 100 से अधिक लोगों को हमारी सेना ने समाप्त करने का। പാക് അധിനിവേശ കശ്മീരിലെ ഭീകരത്താവളങ്ങൾ തകർത്തതടക്കമുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു അമിത്ഷാ ഇന്ന് സഭയിൽ സംസാരിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയും ചെയ്തു അമിത്ഷാ. ന്യൂസ് 18 ആണ് ഭീകരരെ വധിച്ച വിവരം പുറത്തുകൊണ്ടുവന്ന കാര്യം വന്നത് എന്ന കാര്യം ഇന്ന് അമിത്ഷാ സഭയിൽ സൂചിപ്പിച്ചു. ഒപ്പം തന്നെ ഭീകരരെ വധിച്ചതിൽ എല്ലാവരും സന്തോഷിക്കുകയാണ്, പ്രതിപക്ഷത്തിന് മാത്രം എന്താണ് ഇത്ര സങ്കടം എന്നും അമിത്ഷാ ഇന്ന് സഭയിൽ ചോദിക്കുകയുണ്ടായി. കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ പി ചിദംബരത്തിന്റെ പഴയ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അമിത്ഷാ കോൺഗ്രസിനെതിരെ കടന്നാക്രമണം നടത്തിയത്. അത് ഭീകരർ പാകിസ്ഥാനികളല്ല എന്ന പി ചിദംബരത്തിന്റെ ഒരു പരാമർശമാണ് അമിത്ഷാ സഭയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇവർ ഭീകരർ പാകിസ്ഥാനികളല്ല എന്ന് വരുത്തുന്നത് എന്തിനാണ് കോൺഗ്രസ് എന്ന് അമിത്ഷാ ചോദിക്കുന്നു. അപ്പോൾ അമിത്ഷാ ഇന്ന് സഭയിൽ കോൺഗ്രസിനെതിരെ കടന്നാക്രമിക്കാൻ ഉപയോഗിച്ച ആ പി ചിദംബരത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കാണാം. They are unwilling to disclose what the NIA has done all these weeks. Have they identified the terrorists, where they came from? I mean, for all we know, they could be homegrown terrorists. Why do you assume that they came from Pakistan?
ഇത് പാകിസ്ഥാനിൽ നിന്ന് വന്നത് എന്നതിന്റെ തെളിവെന്ത് എന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഇന്ന് സഭയിൽ നൽകിയത്. ഭീകരരെ വധിച്ചിരിക്കുന്നു, അവരുടെ പാക് ബന്ധം തെളിയിക്കുന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നു എന്നത് പറഞ്ഞുകൊണ്ടാണ് എന്തിനാണ് പാകിസ്ഥാനിലെ ഭീകരരെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്ന കാര്യം അമിത്ഷാ ചോദിക്കുന്നത്. അത് കോൺഗ്രസിനെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള കൊടുത്തും കൊണ്ടുമുള്ള സംസാരങ്ങൾ, പ്രസംഗങ്ങളാണ് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമിത്ഷായ്ക്ക് ശേഷം സഭയിൽ സംസാരിച്ച പ്രിയങ്ക ഗാന്ധി അതിരൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് പഹൽഗാമിൽ സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. വീഴ്ചയിൽ മൗനം പാലിക്കുന്നു എന്നതായിരുന്നു പ്രിയങ്കയുടെ ആരോപണം. सिक्योरिटी क्यों नहीं थी वहां पे एक सैनिक क्यों नहीं दिखा? क्या सरकार को मालूम नहीं था कि यहां रोज 1000 से 1500 पर्यटक जाते हैं? क्या सरकार को मालूम नहीं था कि यहां के पहुंचने के लिए जंगल के रास्ते से जाना पड़ता है? अगर कुछ हो जाएगा तो लोग वहां से निकल नहीं पाएंगे. एक चिकित्सा का इंतजाम नहीं था, फर्स्ट एड का इंतजाम नहीं था, कोई इंतजाम नहीं था, ना सुरक्षा का ना फर्स्ट एड का. इन लोगों को भगवान भरोसे छोड़ दिया गया. ये लोग वहां पे इस सरकार के भरोसे गए और इस सरकार ने उन्हें भगवान भरोसे छोड़ दिया. പ്രിയങ്ക ഗാന്ധി വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ചോദിക്കുന്നു, വീഴ്ചയുണ്ടായിട്ട് എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി രാജിവെച്ചില്ല? മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അന്ന് UPA സർക്കാരിൽ ആഭ്യന്തരമന്ത്രി രാജിവെച്ച സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി രാജിവെച്ചില്ല എന്ന ചോദ്യം പ്രിയങ്ക ഗാന്ധി ഇന്ന് സഭയിൽ ഉന്നയിച്ചത്. എന്തായാലും നമ്മൾ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രധാനമന്ത്രി 7 മണിയോടുകൂടി ഈ വിഷയത്തിൽ സഭയിൽ സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭീകരരെ വധിച്ചതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹവും ചൂണ്ടിക്കാട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സഭയിൽ ചർച്ച തുടങ്ങിയ ദിവസം തന്നെ ഭീകരരെ വധിക്കാനായത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. എന്തായാലും പ്രധാനമന്ത്രി എന്തു പറയുന്നു എന്ന് കാത്തിരിക്കാം. മണ്ഡലം മാറാൻ മുരളി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ റിപ്പോർട്ടുകൾ ന്യൂസ് 18 തന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ അവർക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളും നീക്കങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇനി തുടർന്നും ന്യൂസ് 18 മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ കെ മുരളീധരന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് ഡാൻ കുര്യനാണ് ഈ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം മാറാൻ കെ മുരളീധരൻ തീരുമാനിച്ചിരിക്കുന്നു. മുരളീധരൻ ഗുരുവായൂരിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. അത് കെ മുരളീധരന്റെ ഭാഗമായിട്ടുള്ള ആലോചനയല്ല, പാർട്ടിയുടെ തന്നെ നീക്കമാണ് ഗുരുവായൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ളത്. അതല്ല എങ്കിൽ കൊയിലാണ്ടിയാണ് പാർട്ടിയുടെ മുന്നിലുള്ള മറ്റൊരു മണ്ഡലം. വട്ടിയൂർക്കാവിലാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരുന്നത് കെ മുരളീധരൻ. അതിനുശേഷം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് നേമത്ത് മത്സരം കടുത്തപ്പോൾ അവിടെ മുരളീധരൻ മത്സരത്തിന് വന്നു. അവിടെ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂര് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അപ്പോൾ ഇനി ഒരു സേഫ് സോൺ കെ മുരളീധരന് നൽകണം എന്ന് പാർട്ടി ആലോചിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഗുരുവായൂരിൽ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത്. എന്തൊക്കെയാണ് ചർച്ചകളെന്ന് പരിശോധിക്കാം. ഗുരുവായൂർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന. നിലവിൽ ഗുരുവായൂർ സീറ്റ് ലീഗാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ KNA ഖാദർ മത്സരിച്ച മണ്ഡലമാണ്. NK അക്ബറിനോട് 11268 വോട്ടിന്റെ തോൽവിയാണ് അവിടെ ഏറ്റുവാങ്ങിയത്. ഈ മണ്ഡലം ലീഗ് വിട്ടു നൽകിയാൽ കെ മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിക്കും. ഈ സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള കൂടിയാലോചനകൾ ആണ് നടക്കുന്നത്. ഗുരുവായൂർ സീറ്റിന് തന്നെ മുഖ്യ പരിഗണന നൽകുന്നു കോൺഗ്രസ്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ ഗുരുവായൂരിൽ കെ കരുണാകരനുണ്ടായിരുന്ന ആത്മബന്ധം, ഒപ്പം തന്നെ മുരളീധരന്റെ വ്യക്തിപ്രഭാവം, ഇതൊക്കെ ചേർന്നാൽ 2 ദശാബ്ദത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലം തിരിച്ചു പിടിക്കാനാകും എന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ.
കാനത്തിൽ ജമീല 8472 വോട്ടിന് ജയിച്ച കൊയിലാണ്ടിയാണ് മറ്റൊരു പരിഗണന ഉള്ള മണ്ഡലം. മുരളീധരന് പോകാൻ വേണ്ടി പാർട്ടി പരിഗണിക്കുന്ന മണ്ഡലം കൊയിലാണ്ടിയാണ്. പക്ഷേ ഗുരുവായൂരിന് തന്നെ മുൻഗണന കൊടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊയിലാണ്ടിയിൽ മുരളീധരൻ എത്തിയാൽ ജയസാധ്യതയുണ്ട് എന്നതാണ് പാർട്ടി കണ്ടെത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടി ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്ക് ഈ സാഹചര്യത്തിൽ എന്താണ് കെ മുരളീധരൻ മണ്ഡലം മാറാനുള്ള കാരണം എന്നത് പരിശോധിക്കാം. എന്തുകൊണ്ട് മണ്ഡലം മാറാൻ കെ മുരളീധരൻ തീരുമാനിക്കുന്നു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേമത്ത് മുരളീധരൻ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിരുന്നു. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മണ്ഡലത്തിൽ കെ മുരളീധരനെ ഇറക്കിയത്. പക്ഷേ 3ാം സ്ഥാനത്തേക്ക് അദ്ദേഹം പോയി. പക്ഷേ തെരഞ്ഞെടുപ്പ് മത്സരം ഒന്ന് ശക്തിപ്പെടുത്താൻ കെ മുരളീധരനെ സംബന്ധിച്ചായി ബിജെപിയുടെ തോൽവി ഉറപ്പിക്കാനും കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിനായി. അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹം തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുമ്പോൾ ബിജെപിയുടെ തോൽവി ഉറപ്പിക്കാനായില്ല. അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ കെ മുരളീധരനെ സംബന്ധിച്ച് അത് വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടുന്ന സാഹചര്യമാണ്. അപ്പോൾ ബിജെപിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ 2 തവണ കെ മുരളീധരൻ മത്സരിച്ചത്. അത് ബിജെപിയുടെ ഒരു മുഖ്യ ശത്രുവാക്കി കെ മുരളീധരനെ മാറ്റിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വട്ടിയൂർക്കാവിൽ ബിജെപിക്ക് ശക്തിയുള്ള, ബിജെപി ഒരു സ്വാധീന മേഖലയെന്ന് കരുതുന്ന വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കാൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജയസാധ്യത അത് ബാധിക്കും എന്ന തിരിച്ചറിവ് പാർട്ടിക്കുണ്ട്. ഒപ്പം തന്നെ കെ മുരളീധരനെ സംബന്ധിച്ചുമുണ്ട്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല എന്നത് കാണുന്നു. അതുകൊണ്ടാണ് ഒരു മാറ്റം എന്നത് കെ മുരളീധരൻ ആഗ്രഹിക്കുന്നത്, പാർട്ടി ആഗ്രഹിക്കുന്നത്, ഒപ്പം തന്നെ കെ മുരളീധരനും ആഗ്രഹിക്കുന്നത്. അതിന് ഗുരുവായൂർ ഒരു പ്രധാനപ്പെട്ട ചോയ്സായി വരുന്നു. ബിജെപി ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാൽ അത് വോട്ട് മറിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കും. അത് LDFിലേക്ക് അങ്ങനെ ബിജെപി വോട്ട് മറിച്ചാൽ മുരളീധരന്റെ ജയസാധ്യതയെ അത് ബാധിക്കും എന്ന കണക്കുകൂട്ടലാണ് ഇത്തരം ആലോചനകൾക്ക് പിന്നിൽ. എന്നാൽ കെ മുരളീധരന്റെ മനസ്സിൽ എന്താണ് എന്നതുകൂടി നോക്കാം. കെ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം ഗുരുവായൂർ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനായി കാണുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഗുരുവായൂരോ കൊയിലാണ്ടിയോ കെ മുരളീധരന്റെ മനസ്സിലില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ 2ഇടത്ത് പരാജയം ഏറ്റുവാങ്ങി. ഇനി ഒരു സ്ഥലത്തുകൂടി നിന്ന് പരാജയം ഏറ്റുവാങ്ങുക എന്നത് കെ മുരളീധരനെ സംബന്ധിച്ചും ആത്മഹത്യാപരമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറച്ചുകൂടി സേഫായ ഒരിടം തിരുവനന്തപുരത്ത് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യം ഹൈക്കമാൻഡിന്റെ അറിയിക്കുകയും ഹൈക്കമാൻഡിന്റെ പിന്തുണയോടുകൂടി അവിടെ മത്സരിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് കെ മുരളീധരനെ സംബന്ധിച്ചുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളുടെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനാണ്. ധർമ്മസ്ഥലയിലെ മണ്ണിൽ മൂടിയ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ SIT അവിടെ എത്തിയിരിക്കുന്നു. SIT ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ സ്ഥലങ്ങളിൽ മണ്ണെടുത്തുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ആ പരിശോധന അവിടെ തുടർന്നു വരികയാണ്. നിർണായക വിവരങ്ങൾ ലഭ്യമാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയം എന്ന് പറയുന്നത് ധർമ്മസ്ഥലയെ സംബന്ധിച്ച് വളരെ നിർണായകമായ മണിക്കൂറുകളാണ്. 13 ഇടങ്ങളാണ് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ സ്ഥലങ്ങളിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. വലിയ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഉള്ള മണ്ണ് നീക്കൽ തന്നെയാണ് നടക്കുന്നത്. അവിടെ എന്ത് കണ്ടെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് മണിക്കൂറുകളിലും വലിയ ദുരൂഹത ഉണർത്തിയിട്ടുള്ള ആ സംഭവത്തിന്റെ ചുരുൾ അഴിഞ്ഞു തുടങ്ങും എന്ന പ്രതീക്ഷയാണുള്ളത്. അങ്ങനെ ധർമ്മസ്ഥലയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. പ്രേക്ഷകർക്കറിയാം, ആദ്യം ഈ വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ന്യൂസ് 18 ആണ്. ആ മണ്ണിൽ, ദുരൂഹതകൾ ഉറങ്ങുന്ന മണ്ണിൽ, ആരും കടന്നു ചെല്ലാൻ ഭയപ്പെടുന്ന മണ്ണിൽ ആദ്യം എത്തിയത് ന്യൂസ് 18 കേരളത്തിന്റെ പ്രതിനിധി KV ബൈജു ആണ്. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ആദ്യം KV ബൈജു ആണ്. പിന്നീടാണ് മറ്റു മാധ്യമങ്ങൾ അതുവഴിയെ വരുന്നത്. അപ്പോൾ KV ബൈജു ഈ നിർണായക മണിക്കൂറുകളിൽ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അവിടെ ഇപ്പോൾ മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ ആരംഭിക്കുന്നു. 13 നിർണായക ഇടങ്ങളാണ് മണ്ണ് നീക്കി പരിശോധിക്കുന്നത് ആദ്യഘട്ടത്തിൽ. അവിടെ നിന്ന് KV ബൈജു ചേരുന്നു. ബൈജുവിന്റെ റിപ്പോർട്ടിലേക്ക്. ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ 13 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ
ഒന്നാമത്തെ ഇടത്താണ് പരിശോധന നടക്കുന്നത്. 12 മണിക്കാണ് ഇത്തരത്തിൽ പരിശോധന ആരംഭിച്ചത്. എന്തായാലും ഇപ്പോൾ JCB ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടക്കുന്നത്. ഇവിടെ ശക്തമായ മഴയുണ്ട്. മഴയെ പോലും വകവയ്ക്കാതെയാണ് ഈ പരിശോധന നടക്കുന്നതിൽ ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തനുസരിച്ച് ഈ സ്ഥലം പരിശോധിക്കുക എന്ന് തന്നെയാണ്. അതിന് SIT വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നേത്രാവതി പുഴയുടെ തൊട്ട് സമീപത്തായുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ആദ്യ പരിശോധന നടക്കുന്നത്. അതിന് തൊട്ട് സമീപത്തന്നെ രണ്ടാം സ്ഥലവും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ 13 ഇടങ്ങളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ 100ഓളം പേരെ ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. അതിൽ 13 സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് ആ സ്ഥലങ്ങൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം മറ്റ് ഇടങ്ങളിലേക്കുള്ള ഈ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും പോലീസ് സുരക്ഷ ശക്തമായ സുരക്ഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് 24 മണിക്കൂറും ഇത്തരത്തിൽ സുരക്ഷ ഉണ്ടാവുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടി വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് നേത്രാവതി പുഴയുടെ സമീപത്താണ്. ഇതിന് തൊട്ട് പിറകിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഏകദേശം 5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു പരിശോധന. ഇപ്പോൾ എന്തായാലും ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന ആ തെളിവുകൾ എത്രത്തോളം ഉണ്ടോ അതുവരെ ഈ കുഴിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവത്തിലെല്ലാം ഈ ധർമ്മസ്ഥല പോലീസ് നേരത്തെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. അതായത് ആദ്യം പരാതി നൽകുന്നത് ഈ ധർമ്മസ്ഥല പോലീസിനാണ്. ഒരു നടപടിയും ഉണ്ടായില്ല. പിന്നീട് കോടതിയിൽ രഹസ്യമൊഴി നൽകിയപ്പോൾ അവിടെ പോലീസ് കർശനമായി പരിശോധിക്കണം എന്ന് പോലീസിനോട് കോടതി നിർദ്ദേശിച്ചെങ്കിലും അപ്പോഴും നടപടി ഉണ്ടായില്ല. ഈ സാക്ഷിക്ക് സുരക്ഷ നൽകണമെന്ന് പറഞ്ഞപ്പോഴും നടപടി ഉണ്ടായില്ല. SIT അന്വേഷണം വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള വേഗത കൈവരിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പരിശോധന നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒന്നാമത്തെ ഇടത്ത് കൃത്യമായി പരിശോധന നടത്തി അവിടെ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക, അതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ 95 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ. അതുകൂടാതെ തന്നെ ആരാണ് ഈ ദൗത്യം ഏൽപ്പിച്ചത്, അത്തരം കാര്യങ്ങളൊക്കെ SITക്ക് അദ്ദേഹം അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. 15 മണിക്കൂറാണ് മംഗളൂരുവിൽ ഇദ്ദേഹത്തെ 2 ദിവസങ്ങളിലായി മൊഴിയെടുക്കൽ നടന്നത്. എന്നാലും ആ കാര്യങ്ങൾ കൂടി ഗൗരവത്തിലെടുത്തതിനു ശേഷം, അല്ലെങ്കിൽ അത് കൃത്യമായ ഒരു ആ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്തിയതിനു ശേഷമാണ് SIT ഇങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് കടന്നിട്ടുള്ളത്. കൂടുതൽ പോലീസിന് ഈ മേഖലകളിലെല്ലാം വിന്യസിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് ശുചീകരണ തൊഴിലാളിയെ ഇവിടെ എത്തിച്ചതും ഈ പരിശോധന നടക്കുന്നതും. ശുചീകരണ തൊഴിലാളിയുമായി പരിശോധന നടക്കുകയാണ്. മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഏത് നിമിഷവും ധർമ്മസ്ഥലയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും KV ബൈജു അവിടെ തുടരുന്നുണ്ട്. ആദ്യം ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ച ചാനൽ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവിടുത്തെ ഏറ്റവും പുതിയ അപ്ഡേഷനും പ്രേക്ഷകരിലേക്ക് അപ്പോൾ തന്നെ എത്തിക്കും. KV ബൈജു ഞങ്ങളുടെ സമർത്ഥനായ റിപ്പോർട്ടറാണ്. അദ്ദേഹം അവിടെ തുടരുകയാണ്. അമ്മയെ നയിക്കാൻ ശ്വേത വരുമോ? അങ്ങനെയുള്ളൊരു സാഹചര്യം അവിടെ രൂപപ്പെടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ താരങ്ങൾ തമ്മിൽ പരസ്യ പോരിന്റെ ദിവസമായിരുന്നു. ഇത് എങ്ങോട്ട് പോകുന്നു അമ്മ തെരഞ്ഞെടുപ്പ് എന്ന് സംശയം തോന്നുന്ന തരത്തിൽ താരങ്ങൾ പരസ്യമായി ഏറ്റുമുട്ടുന്നതിന്റെ കാഴ്ചകളായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു വമ്പൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന ജഗദീഷ് പിന്മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജഗദീഷ് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് ജയസാധ്യത കുറവ് എന്ന ഒരു തിരിച്ചറിവുണ്ട്, മറ്റൊന്ന് ഒരു വനിത നയിക്കട്ടെ അമ്മ എന്ന താരസംഘടനയെ എന്ന ഒരു ബോധം, ഒപ്പം തന്നെ മുതിർന്ന താരങ്ങൾ മെഗാ സ്റ്റാറുകൾ ഉൾപ്പെടെ ഇടപെട്ട് അത്തരമൊരു സന്ദേശം നൽകി എന്ന സൂചനകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വനിതാ സാരഥി താരസംഘടനയായ അമ്മയ്ക്ക് വരുന്നു എന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ശ്വേത മേനോൻ അതിന് തയ്യാറെടുക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഒരു പക്ഷേ കൂടുതൽ പേർ ഈ നൽകിയിരിക്കുന്ന നോമിനേഷനുകൾ പിൻവലിച്ച് വലിയ മത്സരങ്ങൾ ഇല്ലാതെ തന്നെ ശ്വേത 3 പതിറ്റാണ്ട് പിന്നിടുന്ന അമ്മ എന്ന താരസംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പരിശോധിക്കാം എന്തുകൊണ്ട് ജഗദീഷ് പിന്മാറുന്നു.
ജഗദീഷിന്റെ പിന്മാറ്റത്തിന്റെ പിന്നിലെ കാരണങ്ങൾ അന്വേഷിച്ചാൽ ഒരു വനിത അമ്മയെ നയിക്കട്ടെ എന്ന മുതിർന്ന താരങ്ങൾക്കിടയിലെ ധാരണയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആരോപണ വിധേയനായ ബാബുരാജിനൊപ്പം ചേരുമാറി എന്ന പ്രചരണം ജഗദീഷിന് നേരിടേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. അത് ചേരുമാറ്റക്കാരനായി ചിത്രീകരിച്ചത് ജഗദീഷ് പിന്മാറാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ്. മുതിർന്ന താരമാണ് എങ്കിൽ പോലും ജഗദീഷ് മത്സരിച്ചാലും കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് മുന്നിൽ കണ്ടുകൊണ്ട് ജഗദീഷ് പിന്മാറുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു വനിതയ്ക്ക് വേണ്ടി സ്ഥാനത്യാഗം ചെയ്തു അല്ലെങ്കിൽ അവസരം ഒരുക്കി കൊടുത്തു എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അത് പോസിറ്റീവായി വരും എന്ന് ജഗദീഷ് തിരിച്ചറിയുന്നു. ഈ 3 കാരണങ്ങളാണ് മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ജഗദീഷ് തീരുമാനിക്കുന്നതിന് പിന്നിലെന്നതാണ് മനസ്സിലാക്കുന്നത്. പൊതുസമൂഹത്തിൽ വിശ്വാസ്യതയുടെ മുഖമുള്ള ആളാണ് ജഗദീഷ്. എന്നാൽ അവസാന നിമിഷം ആരോപണ വിധേയനായ ബാബുരാജിനൊപ്പം ചേർന്നത് വലിയ വിമർശനങ്ങൾക്കാണ് ഇടവെച്ചത്. ഇതിനെതിരെ മാലാപാർവതി ഉൾപ്പെടെയുള്ളവർ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യവും മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദവും ജയസാധ്യത കുറവ് ഇതൊക്കെ കൂടി പരിഗണിച്ച് അദ്ദേഹം മാറി നിൽക്കുന്നു. സാഹചര്യം അങ്ങനെയാകുമ്പോൾ ബാബുരാജിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ബാബുരാജ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന ഒരു സാഹചര്യം തന്നെ അവിടെ നിലനിൽക്കുന്നു. വിമർശനം ഉയരുമ്പോഴും ബാബുരാജ് പിന്മാറാൻ തയ്യാറായിട്ടില്ല. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന പൊതു അഭിപ്രായം താരങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊഴികെ മറ്റെല്ലാ നോമിനേഷനുകളും രവീന്ദ്രൻ പിൻവലിച്ചു. എന്നാൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിനെതിരെ മത്സരിക്കും എന്ന് രവീന്ദ്രൻ ആവർത്തിച്ചു പറയുന്നു. കാരണം ബാബുരാജ് പല കേസുകളുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് ആ നോമിനേഷൻ മാത്രം പിൻവലിക്കില്ല, ബാബുരാജിനെതിരെ മത്സരിക്കും എന്ന ഒരു തീരുമാനം രവീന്ദ്രൻ പ്രഖ്യാപിക്കുന്നത്. മറ്റ് 2 പേർ കൂടി ബാബുരാജിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒന്ന് മല്ലിക സുകുമാരനാണ്. മല്ലിക സുകുമാരൻ പറയുന്നത് ആരോപണ വിധേയർ മത്സരിക്കരുതെന്ന അമ്മയുടെ നിയമം ബാബുരാജിന് വേണ്ടി മാത്രം മാറ്റരുതെന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സിസ്റ്റം മാറ്റുന്നത് ആരുടെ തീരുമാനമാണ് എന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് മല്ലിക സുകുമാരൻ. മറ്റൊന്ന് നിർമ്മാതാവും കൂടിയായ വിജയ് ബാബു ആണ്. താൻ ആരോപണ വിധേയനായപ്പോൾ പിന്മാറിയ സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബാബുരാജ് എന്തിന് മത്സരിക്കുന്നു എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നത്. മാറി നിൽക്കണം, അമ്മയെ നയിക്കാൻ അതിലും താങ്കളെക്കാൾ കേമന്മാരായിട്ടുള്ള ആളുകളുണ്ട്, അവർ നയിക്കട്ടെ, ആരോപണങ്ങൾ മാറി കുറ്റക്കാരനല്ല എന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ തിരിച്ചു വരാമല്ലോ എന്നും കൂടി വിജയ് ബാബു പറയുന്നുണ്ട്. അപ്പോൾ ആരോപണ വിധേയർ മാറി നിന്നിട്ടുള്ള ചരിത്രമാണ് സിദ്ദിഖിന്റേത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ബാബുരാജ് മാറുന്നില്ല എന്ന ചോദ്യം ഉയർത്തുന്നു അംഗങ്ങൾ. അങ്ങനെ ഒരു പൊതുവികാരം അവിടെ രൂപപ്പെടുമ്പോൾ പോലും ബാബുരാജ് മാറി നിൽക്കുന്നില്ല എന്നതാണ് സാഹചര്യം. സംഘടന വ്യക്തിയേക്കാൾ വലുതല്ല എന്ന കാര്യം ഓർക്കണം എന്ന ഒരു സന്ദേശം കൂടിയാണ് അമ്മയിലെ താരങ്ങൾ നൽകുന്നത്. പക്ഷേ ബാബുരാജ് പിന്മാറാൻ തയ്യാറല്ല. എന്തായാലും ഇവിടെ ഏറ്റവും പോസിറ്റീവായി കാണേണ്ടത് അമ്മയെ നയിക്കാൻ ഒരു വനിത വരുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒപ്പം തന്നെ സുരേഷ് ഗോപിയും ഒന്നും നേരിട്ട് ഈ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമാകുന്നില്ല എങ്കിൽ പോലും അവരുടെ നിരീക്ഷണം ഈ അമ്മ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നത് ഒന്നുകൂടി വ്യക്തമാവുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് താരങ്ങൾ പോയതിനു ശേഷം ഇന്നൊരു സമവായം രൂപപ്പെടുന്നത്. അവർ കൂടി ഇടപെട്ടുകൊണ്ട് ഒരു വനിത അമ്മ സംഘടനയെ നയിക്കട്ടെ എന്ന രീതിയിൽ ഈ ഏറ്റുമുട്ടൽ ഒഴിവാക്കി ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള വലിയ ശ്രമമാണ് താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. തിരോധാനത്തിൽ ദുരൂഹതയേറുകയാണ്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മ എന്ന സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോഴും ദുരൂഹത ഏറിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ ചേർത്തലയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ അവരുടേതാണ് എന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. ചേർത്തല പള്ളിപ്പുറത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിടിയിലായ സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ഫോൺ ഉപയോഗിച്ചിരുന്നതായുള്ള കണ്ടെത്തൽ കൂടി വരുന്നുണ്ട്. ബിന്ദു പത്മനാഭനെ കാണാതായതിലും സെബാസ്റ്റ്യൻ പ്രതിയാണ്. അപ്പോൾ
സെബാസ്റ്റ്യനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാന സംശയത്തിൽ നിൽക്കുന്നതും സെബാസ്റ്റ്യനാണ്. പക്ഷേ അയാൾ ഇതുവരെ കുറ്റങ്ങൾ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. DNA പരിശോധനാ ഫലമായിരിക്കും വളരെ നിർണായകമാവുക. അതിനുശേഷമായിരിക്കും ഈ കണ്ടെത്തിയ മൃതദേഹം അവരുടേതാണോ എന്നത് സ്ഥിരീകരിക്കാൻ കഴിയുക. നമുക്ക് എന്താണ് ഈ ജൈനമ്മ തിരോധാന കേസ് എന്ന് ഒന്ന് പരിശോധിക്കാം. ഏറ്റുമാനൂർ കോട്ടമുറി സ്വദേശിയാണ് ജൈനമ്മ. 2024 ഡിസംബർ 23 മുതലാണ് ഇവരെ കാണാതായത്. 28-ന് സഹോദരനും ഭർത്താവും പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിൽ ടവർ ലൊക്കേഷൻ പള്ളിപ്പുറത്താണ് എന്ന് കണ്ടെത്തി. സെബാസ്റ്റ്യനെയാണ് ജൈനമ്മ ഫോണിൽ നിന്ന് അവസാനമായി ബന്ധപ്പെട്ടത് എന്നത് മനസ്സിലാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യനെയും സഹായി ചേർത്തല സ്വദേശി ഓട്ടോ ഡ്രൈവർ മനോജിനെയും കസ്റ്റഡിയിൽ എടുത്തത്. എന്നാൽ ഇതിനു ശേഷം ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നത് നോക്കാം. ഇപ്പോൾ ഈ കേസിൽ നിർണായകമായിരിക്കുന്നത് മൊബൈൽ ഫോൺ തന്നെയാണ്. കേസിലെ പ്രതി സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ഫോൺ സൂക്ഷിച്ചിരുന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിലെ കടയിൽ സെബാസ്റ്റ്യൻ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുന്ന ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ഇന്നലെ രാത്രി ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം ജൈനമ്മയുടേതാണ് എന്ന് പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ആയുധങ്ങൾ, സ്വീകരണ മുറിയിൽ നിന്ന് രക്തക്കറ തുടങ്ങിയവയും കണ്ടെത്തിയതായി പോലീസ് അറിയിക്കുന്നു. പോലീസ് പരിശോധനയ്ക്കിടെ സ്ഥലത്തുണ്ടായിരുന്ന വാർഡ് മെമ്പർ ധന്യ ന്യൂസ് 18നോട് സംസാരിച്ചു. വീട്ടുവളപ്പിൽ നിന്ന് ഡീസൽ കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത്. ഈ കഴിഞ്ഞ നവംബർ 4 വരെ ക്ലെമന്റ് എന്ന് പറയുന്ന ആൾ ഇവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു, താമസം ഉണ്ടായിരുന്നു. എന്നാൽ നവംബറിൽ പുള്ളി പോയതിനു ശേഷം ഈ വീട്ടിൽ ആരും താമസമില്ല. പിന്നെ ഈ ചേട്ടനായ സെബാസ്റ്റ്യൻ ഇടയ്ക്ക് വന്ന് പകൽ സമയങ്ങളിൽ വന്ന് ഇവിടെ കൂട്ടുകാരുമായിട്ട് മദ്യപിക്കാറുണ്ടെന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് മദ്യപിച്ച് വൈകുന്നേരം തിരിച്ച് ഏറ്റുമാനൂർക്ക് പോകുന്നതായിട്ടാണ് അറിഞ്ഞത്. രാത്രി വരാറുണ്ട്. അത് തീർച്ചയായും ഉണ്ട്, ഞാൻ കാണാറുമുണ്ട്. വഴിയിലൊക്കെ പുള്ളിയെ കാണാറുണ്ട്. ഇടയ്ക്ക് മിക്കവാറും ദിവസങ്ങളിലൊക്കെ വരാറുണ്ട്. പിന്നെ കഴിഞ്ഞിടയ്ക്ക് തെങ്ങ് കയറിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു എന്നുള്ളത് അറിയാൻ കഴിയും. ഇവിടെ പലപ്പോഴും പോലീസ് വന്ന് പരിശോധന നടത്താറുണ്ടെങ്കിലും അങ്ങനെ വ്യക്തമായിട്ടൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇന്നലെയും ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്ത് സാധാരണ പോലെ വരും പോലെയുള്ള രീതിയാണെന്ന് ഓർത്തായിരുന്നു. പക്ഷെ അവര് വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഇവിടെ എത്തിയത്. ഫോറൻസിക് വിഭാഗം, ക്രൈംബ്രാഞ്ച് കോട്ടയം, ആലപ്പുഴ ടീം ഉണ്ടായിരുന്നു. ഇവിടെ അവര് അകത്ത് മൊത്തം പരിശോധന എല്ലാം നടത്തിയിരുന്നു. പിന്നെ ഈ പറയുന്നുണ്ട് ഇവിടെ സ്വീകരണ മുറിയില് ഭിത്തിയില് ചെറിയ ചെറിയ പാടുകളായിട്ട് കണ്ടതായിട്ട് എന്നെ സാക്ഷ്യപ്പെടുത്തി. ഫോറൻസിക് വിഭാഗം അവർ പറയുന്നത് ബ്ലഡ് തന്നെയാണെന്നുള്ളത് അവർ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ അതിന് എന്തോ 2 ആയുധങ്ങൾ, കത്തിയോ വാക്കത്തിയോ ഇതൊക്കെ ആയിട്ട് അവർ അത് കൊണ്ടുപോയായിരുന്നു. അതാണോ എന്നറിയില്ല, എങ്കിലും അവരത് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ആയുധങ്ങൾ 2 കൊണ്ടുപോയിട്ടുണ്ട്. ബിന്ദു പത്മനാഭന്റെ തിരോധാനവും ഇതുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം എങ്ങും എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സെബാസ്റ്റ്യൻ തന്നെയാണ് അതിന് പിന്നിലും എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അന്ന് ഈ കേസിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരുന്നു എങ്കിലും, ഇയാൾ കസ്റ്റഡിയിലെടുത്തിരുന്നു എങ്കിലും ഒരു വിവരവും ഇയാളിൽ നിന്ന് ലഭിച്ചില്ല. അപ്പോൾ എന്താണ് ബിന്ദു പത്മനാഭന്റെ തിരോധാനം എന്ന് നോക്കുമ്പോൾ 2013 ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശി ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത്. 2017 സഹോദരൻ പരാതി നൽകുന്നത്. എന്തുകൊണ്ട് ഈ കാല വിളംബം ഉണ്ടായി പരാതി നൽകാനെന്ന് ചോദിച്ചാൽ സഹോദരൻ വിദേശത്തായിരുന്നു, ഇവരുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരാതി നൽകാൻ വൈകിയതാണ്. 2017 പരാതി നൽകുന്നത്. 2013 ശേഷം വിവരമില്ലെന്നായിരുന്നു അന്ന് നൽകിയിരുന്ന പരാതി. കോടികളുടെ സ്വത്തായിരുന്നു ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്വത്ത്, വസ്തു ഒക്കെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഈ സെബാസ്റ്റ്യനുമായി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് സംശയിച്ചിരുന്നു. ഈ കേസിലും സെബാസ്റ്റ്യനെ അന്ന് സംശയത്തിന്റെ നിഴലിലാക്കിയിരുന്നു, കസ്റ്റഡിയിലെടുത്തിരുന്നു, ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. പോലീസ്, പ്രത്യേക അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് ഇവരെല്ലാം അന്വേഷിച്ചിട്ടും ബിന്ദു ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും സ്ഥിരീകരിക്കുന്നതിന് കഴിഞ്ഞില്ല. 2007 മുതൽ വിവരങ്ങളില്ല. ഇവർ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്നത് സംബന്ധിച്ചൊന്നും ഒരു വിവരവുമില്ല എന്ന ഒരു കാര്യമാണ്
പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് അവസാനം എത്തിയത്. അതിനപ്പുറം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഒരു മൃതദേഹം, ഈ ചേർത്തലയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം ജൈനമ്മയുടേതെന്ന് സംശയിക്കുകയാണ്. അതിൽ DNA പരിശോധനയാണ് നിർണായകമായി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബിന്ദു പത്മനാഭന്റെ കേസിലും ഇത് കണക്ട് ചെയ്യാൻ കഴിയും എന്നതാണ് അന്വേഷണ സംഘം കരുതുന്നത്. ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട സംഘം കൂടി ഇവിടെ എത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അവരും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എന്തായാലും 2 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. അതിലേറ്റവും നിർണായകമാവുക ഈ DNA പരിശോധനാ ഫലമാണ്. ആ DNA ജൈനമ്മയുടേതാണ് എന്ന് കണ്ടെത്തുകയാണ് എങ്കിൽ ഈ കേസിൽ മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിയും. അതാണ് ഈ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് സെഗ്മെന്റുകളിലേക്ക് എത്താം. എന്നിട്ടെന്തായി, ഇന്ന് നമുക്ക് വയനാടിനെ അല്ലാണ്ട് മറ്റൊന്നും ഓർക്കാൻ കഴിയില്ല. 2024 ജൂലൈ 30 എന്ന ദിവസം, ജൂലൈ 29 രാത്രി അവസാനിക്കുന്നതും 30 പുലരുന്നതും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്ത വാർത്തയോടുകൂടിയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയതിന്റെ ദുഃഖവാർത്തകളുമായാണ് അന്ന് കേരളം ഞെട്ടി ഉണർന്നത്. 298 ജീവനുകളാണ് ആ ദുരന്തത്തിൽ നഷ്ടമായത്. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകൾ ഒലിച്ചുപോയി. അവിടെ ഒരു വർഷത്തിനിപ്പുറം ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ്, അന്ന് ഈ ദുരന്തം റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന CV അനുമോദ് വീണ്ടും എത്തുകയാണ് ആ ദുരന്ത ഭൂമിയിൽ. എന്താണ് ഒരു വർഷത്തിനിപ്പുറം അവിടുത്തെ കാഴ്ചകളെന്ന് കാണാം. പേരുടെ ജീവനെടുത്ത മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 1 വയസ്സ് പിന്നിടുന്നു. ഒരാണ്ടിനിപ്പുറം ദുരന്തഭൂമിയിലെത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇപ്രകാരമാണ്. വിജനമായ പ്രേതഭൂമിയായി ഇവിടം മാറിയിരിക്കുന്നു. പ്രളയം ഉരുൾപൊട്ടൽ കൊണ്ടുവന്നിട്ട വലിയ പാറക്കല്ലുകൾ എമ്പാടും കാണാം. ഇതൊന്നും മാറ്റാനും കഴിയുകയില്ല. അത് മാറ്റുക അത്ര എളുപ്പവുമല്ല. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ എല്ലായിടത്തും എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന സ്ഥിതിയിൽ നിലനിൽക്കുന്നു. ഇതിന് മുകളിൽ പുഞ്ചിരിമട്ടത്തും സമാനമായ കാഴ്ചകളാണുള്ളത്. അവിടേക്കൊന്നും ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന വീടുകൾ, പ്രകൃതി ദുരന്തത്തിൽ തകർത്തെറിഞ്ഞ വീടുകൾക്ക് പുറമെ അവിടെ ഉണ്ടായിരുന്ന വീടുകളിൽ ഇപ്പോൾ ആർക്കും താമസിക്കാനുള്ള അനുവാദമില്ല. അവിടെയെല്ലാം തന്നെ നോ ഗോ സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ നിന്നെല്ലാം ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. പുതുതായിട്ട് വരുന്ന ടൗൺഷിപ്പിൽ ഈ മേഖലയിലുള്ളവർക്ക് എല്ലാം താമസ സൗകര്യവും ഒരുങ്ങുന്നുണ്ട്. ഇവിടെ മുണ്ടക്കയിൽ ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ കാണാം, മുകളിൽ ഉരുൾ പൊട്ടിയിറങ്ങിയ വഴിയിലൂടെ ഇപ്പോഴും വെള്ളം കുത്തിയൊലിച്ചു വരുന്നുണ്ട്. പാറക്കല്ലുകളൊക്കെ തന്നെ നീക്കാൻ കഴിയാതെ ഇപ്പോഴും ഈ വെള്ളം ഒഴുകിയ വഴിയിൽ കിടക്കുന്നത് കാണാം. അവിടെ വലിയ പാറക്കല്ലുകൾ നീക്കിയുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതും കാണാൻ കഴിയും. ഇവിടേക്ക് ഈ നാട്ടുകാർക്ക് മാത്രമാണ് ഇപ്പോൾ പ്രവേശനമുള്ളത്. അതും ഇവിടുത്തുകാരാണെന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇവിടേക്ക് ആളുകളെ കയറ്റിവിടുകയുമുള്ളൂ. അവരിൽ പലരും ഇവിടെ എത്തും. അവരുടെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ, അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളുള്ള ഇടങ്ങളിൽ അല്പസമയം വന്ന് തിരിച്ചു പോകും. അതും നിശ്ചിത സമയപരിധി മാത്രമേ ഇവിടെ അനുവദിക്കുകയുമുള്ളൂ. അപ്രകാരം 1 വർഷത്തിനിപ്പുറം മുണ്ടക്കൈ ഒരു പ്രേതഭൂമിയായി, ഒരു വിജന ഇടമായി മാറിയിരിക്കുകയാണ്. മുണ്ടക്കയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ റോഡിൻ്റെ 2 വശത്തും ഉപേക്ഷിക്കപ്പെട്ട ലയങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ഉണ്ടായിരുന്ന തേയില ഫാക്ടറിയിലെ ആളുകളൊക്കെ താമസിച്ചിരുന്ന ഇടങ്ങളാണ് ഇത്. ഇവിടെ നമുക്ക് കാണാം, എല്ലാം തന്നെ ഇന്നിപ്പോൾ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ നമുക്കൊരു ബസ് സ്റ്റോപ്പ് കാണാം. മുണ്ടക്കയിലേക്കുള്ള ബസ് സർവീസ് ഉണ്ടായിരുന്നു. ആ ബസ് സർവീസിൽ ആളുകളൊക്കെ ബസ് കാത്തു നിന്നിരുന്ന ഇടമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക്
കാണാൻ കഴിയുന്നത്. ഇതിനപ്പുറത്തേക്ക് താഴേക്ക് പോകുമ്പോൾ തേയില ഫാക്ടറി, സെൻറ്റിനെൻ്റൽ ടീ എസ്റ്റേറ്റിൻ്റെ ഫാക്ടറി ഉണ്ട്. അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ സമയപരിധി വെച്ച് ഇവിടെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ആളുകൾക്ക് താമസിക്കാനുള്ള അനുവാദമില്ല. ഇതൊരു ദുരന്ത ഭൂമി ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും മറ്റൊരു ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടായേക്കാമെന്ന ഭീഷണി ഉള്ളതുകൊണ്ട് ആരെയും ഇവിടെ താമസിപ്പിക്കുന്നില്ല. നമുക്കിത് ഇവിടെ മറ്റൊരു സ്കൂൾ കൂടി കാണാം. ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ഈ സ്കൂളിൻ്റെ ഒരു ഭാഗം ആ ഉരുൾപൊട്ടലിൽ ഇല്ലാതെയായി പോയതാണ്. LP സ്കൂളായിരുന്നു. ഗവൺമെൻറ് LP സ്കൂൾ, മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂൾ. അതാണ് ഇവിടെ കാണുന്നത്. ആ സ്കൂളിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഉരുൾപൊട്ടലിൽ തകർന്നുപോയി. ആ സ്കൂളും ഇപ്പോൾ ദുരന്തത്തിൻ്റെ ഒരു ശേഷിപ്പായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ്. മുണ്ടക്കയിൽ നിന്നുള്ള റോഡ് ഇതങ്ങനെ ചൂരൽമലയിലേക്ക് എത്തി നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ കാണാം പഴയ വെള്ളാർമല സ്കൂളിൻ്റെ അവശിഷ്ടങ്ങൾ, ഗതിമാറി ഒഴുകിയ പുഴ, അതിൻ്റെ ഇരുവശങ്ങളിലും വലിയ പാറക്കെട്ടുകൾ കൂടിക്കിടക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ബെയിലി പാലം, അതോടൊപ്പം തന്നെ ഒഴുകിയില്ലാതായ അമ്പലത്തിൻ്റെ ഒരു ശേഷിപ്പും നമുക്കിവിടെ കാണാൻ കഴിയും. അമ്പലത്തിൻ്റെ തറയുണ്ട്, വിളക്ക് വയ്ക്കാനുള്ള ഒരു ഇടം മാത്രം മഴ നനയാതിരിക്കാനുള്ള ഒരു സംവിധാനം വെച്ച് മറച്ചിട്ടുണ്ട്. മറ്റെല്ലാം തന്നെ ഇന്ന് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന ഓർമ്മ മാത്രമായിട്ട് ശേഷിക്കുന്ന ഒരു കാഴ്ച. ഇതിനപ്പുറത്തേക്ക് നമുക്ക് കാഴ്ചകൾ കാണാം. ഇതാ ബെയിലി പാലം. കഴിഞ്ഞ ദുരന്ത സമയത്ത്, ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ സൈന്യം നിർമ്മിച്ച പാലമാണിത്. ഈ പാലം മാത്രമാണ് ഇവിടെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്നതായിട്ട് അവശേഷിക്കുന്നത്. പുതിയ പാലത്തിനുള്ള നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്, ആലോചനകളും നടക്കുന്നുണ്ട്. പക്ഷേ അത് സമയമെടുക്കുമെന്ന് ഉറപ്പാണ്. ഇവിടെ നമുക്ക് കാണാം ഈ പുഴ ഒഴുകിയ വഴികളൊക്കെ തന്നെ കല്ലുകളൊക്കെ വെച്ച് കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു മണ്ണിടിച്ചിലോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കാനാണ് അത്തരത്തിൽ ഈ ഒരു ഇരുകരകളിലും വലിയ കല്ലുകളും മണ്ണൊക്കെ നിരത്തിയിട്ട് കരകൾ ബലപ്പെടുത്തിയിട്ടുള്ള ഇരുവശങ്ങളും ബലപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ സ്കൂളിൻ്റെ ഈ വശം, അതിനപ്പുറം ചൂരൽമല അങ്ങാടി, ചൂരൽമല ടൗൺ, അവിടെയൊക്കെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കപ്പെട്ട ഒരു നാട്, അല്ലെങ്കിൽ വിജനമാക്കപ്പെട്ട ഒരു നാടായിട്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് വൈദ്യുതി രണ്ടാമത് കൊണ്ടുവന്നത് തന്നെ ഏറെ സമ്മർദ്ദങ്ങളുടെയും ഏറെ പ്രയത്നത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. ഇവിടേക്ക് ആദ്യം വൈദ്യുതി രണ്ടാമത് എത്തിക്കാനൊന്നും KSB തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും കോടികൾ വിലമതിക്കുന്ന ആ കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഉള്ള ആളുകൾക്ക്, ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥർക്കൊന്നും തന്നെ ഇതിൻ്റെ നഷ്ടപരിഹാരമോ ഇതിൻ്റെ ഈ ധനസഹായമോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ ഒരു പ്രശ്നം. അവരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നതും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ കെട്ടിടങ്ങളുടെ മൂല്യം കണക്കാക്കിയുള്ള സഹായധനം നൽകുന്നത് വൈകരുത് എന്ന ഒരു ആവശ്യമാണ്. വീടുകളിൽ കിട്ടിയാൽ മാത്രം ഉപജീവന മാർഗ്ഗമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകില്ല. ചൂരൽമല ഒരു 54 ബിൽഡിങ്ങുകളുണ്ട്, 54 റൂമുകൾ സെപ്പറേറ്റ് ആണ്, ഓരോ കടൻ്റെ കണക്കാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഈ സമയം വരെ ഗവൺമെൻറ് ഒരു ആനുകൂല്യം കിട്ടില്ല. വ്യാപാരി വ്യവസായി പറഞ്ഞാൽ വ്യാപാരി സുഹൃത്തുക്കൾക്ക് ഒരു സംഭാവന ഫണ്ട് കൊടുത്തു തോന്നലുണ്ട്. വ്യാപാരികൾക്കും കിട്ടിയില്ല, ബിൽഡിംഗ് ഓണേഴ്സിനും കിട്ടില്ല, വാടകക്കാർക്കും കിട്ടില്ല. അതുപോലെ കൃഷിക്കാർക്ക് ഗവൺമെൻറ് ആദ്യം കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെൻറ്റ് മുതൽ 10 ഏക്കറൊക്കെ നഷ്ടപ്പെട്ട ഭാഗങ്ങളുള്ളത്. 1 ഹെക്ടർ സ്ഥലത്തിന് ആകെ ഗവൺമെൻറ് കൊടുത്ത് വെറും 46,000 റുപ്യ. സത്യത്തിൽ പറയുകയാണെങ്കിൽ കുറേ സന്നദ്ധ സംഘടനകളുടെ സഹായം കൊണ്ടാണ് മറ്റുള്ള ആൾക്കാരൊക്കെ ജീവിച്ചു പോകണം. അങ്ങനത്തെ ഒരു പ്രയാസത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. കൃഷിഭൂമി കൃഷി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരിക, അതിന് വേണ്ട നാശനഷ്ടങ്ങൾ വെച്ച് തരിക, കൃഷി ചെയ്യാനുള്ള ആനുകൂല്യം നമുക്ക് തരണം. ഇല്ല, ഒരു 37,000 റുപ്യ എന്തോ കൃഷിഭവൻ തന്നിട്ടുണ്ട്. അതിനല്ല മേലോട്ട് ഒരു പൈസ എനിക്ക് തന്നിട്ടില്ല. ഞാൻ പല പ്രാവശ്യം കയറി ഇറങ്ങുന്നുണ്ട്. ചൂരൽമല ടൗണിൽ 6 മുറി കടമുറി ഉണ്ടായി, അതിലും കിട്ടിയിട്ടില്ല. പിന്നെ ബാക്കിൽ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായി, അതും പോയി. എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ അതൊക്കെ വാടകയ്ക്ക് കൊടുത്ത ആളാണ്. ഇതിന്റെ ഒന്നും കണക്ക് സർക്കാരിന് കിട്ടിയിട്ടില്ല. ഇല്ല, ഒന്നും കിട്ടില്ല. ചൂരൽമല അങ്ങാടിയിലെ കാഴ്ചകളൊക്കെ തന്നെ ഇപ്രകാരമാണ്. ഇതൊക്കെ കഴിഞ്ഞ ജൂലൈ 30 തകർത്തെറിഞ്ഞ് പോയ പ്രളയത്തിൻ്റെ ഉരുളിൻ്റെ ബാക്കിയാണ്. ഇന്ന് ഈ ചൂരൽമല അങ്ങാടി എന്നുള്ളത് ഒരു വലിയ ദുരന്തത്തിൻ്റെ അവശേഷിപ്പാണ്.
ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഒരു അങ്ങാടി ഒരിക്കലും ഇനി പഴയ പോലെ ആകില്ല. ഈ ഒരു ചൂരൽമലയും പഴയ പോലെ ആകില്ല. ആ ചൂരൽമല കഴിഞ്ഞ വർഷം ജൂലൈ 30 ഉരുൾപൊട്ടിയിറങ്ങിയ പ്രകൃതി ദുരന്തത്തിനൊപ്പം മാഞ്ഞുപോയി, അല്ലെങ്കിൽ പ്രകൃതി അതിനെ മാച്ചു കളഞ്ഞു. പക്ഷേ പുനരുജ്ജീവനം, അതിജീവനമാണ് ഇവിടെ ഇനി വേണ്ടത്. ഈ നാട്ടുകാർക്ക്, ഇവിടുത്തുകാർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. സർക്കാരിൻ്റെ സഹായം വേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. 1 വർഷം എന്നത് വളരെ ചെറിയ ഒരു കാലയളവാണ്. പക്ഷേ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കിയാലേ ഈ കൃഷിഭൂമി ഏറ്റെടുക്കുന്നതും അതുപോലെ കൃഷി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നത്, അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ വില നൽകുന്നത്, അത്തരത്തിൽ ഇവിടുത്തുകാർക്ക് അതിജീവനത്തിന് വേണ്ടി നൽകേണ്ടതായിട്ടുള്ള ഒട്ടേറെ പിന്തുണ ആവശ്യമുണ്ട്. അതിനൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുനരധിവാസത്തിനപ്പുറം അത്തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ നാട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. 1 വർഷത്തിനിപ്പുറമുള്ള ദുരന്തഭൂമിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കോടമഞ്ഞിൽ ഒരുങ്ങി നിൽക്കുന്ന വെള്ളാർമല സ്കൂളിനെ കുറിച്ച് കുട്ടികൾ എഴുതിയ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, അവർ പാടിയ പാട്ട് കേട്ടിട്ടുണ്ട്. അതേപോലെ സുന്ദരമായിരുന്ന ഒരു നാടാണിപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രേതഭൂമിയായി മാറിയിരിക്കുന്നത്. ജനങ്ങൾ ഉൾപ്പെടെ അവരെ സർക്കാർ കരുതുമ്പോഴും ഒപ്പം നിർത്താൻ ശ്രമിക്കുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഇപ്പോഴും അവരുടെ നഷ്ടങ്ങളായി തന്നെ തുടരുകയാണ്. അതിൽ ചില പോലായ്മകൾ ഉണ്ട് എന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അധികൃതർ അത് കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു, സായാഹ്ന സവാരിയിലേക്ക്. ഇക്കോ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളുള്ള തിരുവനന്തപുരത്തെ ഒരു പ്രദേശം പരിചയപ്പെടുത്തുകയാണ് ന്യൂസ് 18. അത് ചുറ്റിപ്പാറ എന്ന സ്ഥലമാണ്. പൊന്മുടിയിലേക്കുള്ള റൂട്ടിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. തറനിരപ്പിൽ നിന്ന് ഏതാണ്ട് 2325 അടി ഉയരത്തിലുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലായ്പ്പോഴും പൊന്മുടിയിലേക്ക് തന്നെ ആയിരിക്കേണ്ട യാത്ര, നമുക്ക് ചുറ്റിപ്പാറയിലേക്ക് പോകാം. അവിടെ വളരെ സുന്ദരമായ കാഴ്ചകളാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രാദേശിക വിനോദസഞ്ചാരികളൊക്കെയാണ് അവിടേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്തുകാർക്കൊക്കെ വൈകുന്നേരം ചെലവഴിക്കാൻ പറ്റിയ ഇടമാണിവിടെ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടുവരാം. ചെങ്കുത്തായി കിടക്കുന്ന കയറ്റം സാഹസികമായി കയറിയും പാറകൾ താണ്ടിയും വേണം ചുറ്റിപ്പാറയുടെ മുകളിലെത്താൻ. എന്നാൽ അവിടെ എത്തിയാൽ കാണുന്നതാകട്ടെ മനോഹരമായ നിരവധി പ്രകൃതി ദൃശ്യങ്ങളും. തിരുവനന്തപുരം ജില്ലയിലെ നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും ഇവിടെ നിന്നാൽ ദൂരക്കാഴ്ചയിലൂടെ കാണാം. പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാം. അതിരാവിലെ എത്തിയാൽ സൂര്യോദയവും ഇവിടെ നിന്ന് കണ്ടാസ്വദിക്കാം. ശനിയും ഞായറും എന്നുള്ള ദിവസങ്ങൾ മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിൽ ഇഷ്ടംമാതിരി ടൂറിസ്റ്റുകളിലൂടെ വന്നു പോകുന്നു. പക്ഷേ ഈ ചുറ്റിപ്പാറയ്ക്ക് ഒരു സേഫ്റ്റി ഇതുവരെയും ഇല്ല. അത് കാരണം മറ്റ് അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് വരികയാണെങ്കിൽ ഇവിടെയുള്ള ആദിവാസികളായ ഞങ്ങളെ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടും, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ സേഫ്റ്റി ഇവിടെ ഉണ്ടാവും. വലിയ വികസനം ഈ ചുറ്റിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുകയാണെങ്കിൽ ഉണ്ടാവും സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തൊളിക്കോട് പഞ്ചായത്തിന് കീഴിലെ മലയാടി വാർഡിൽ പൊൻപാറ സെറ്റിൽമെന്റ് പ്രദേശത്താണ് ചുറ്റിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിതുരയ്ക്ക് പോകുന്ന വഴിയിൽ ഇരുത്തലമൂല ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 2350 അടി ഉയരത്തിൽ സഞ്ചരിച്ചെത്തിയാൽ ചുറ്റിപ്പാറയുടെ മുകളിലെത്താം. പ്രദേശത്ത് കുറച്ച് ഭാഗത്ത് വീടുകളൊന്നുമില്ല, ഒരു ക്ഷേത്രം മാത്രമല്ല. ഇതൊരു 15 വർഷമാവും ഇതൊരു ടൂറിസ്റ്റ് മേഖലയായി ജനങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ വന്നു തുടങ്ങിയിട്ട്. അതിനു മുമ്പേ ആരാധനയ്ക്ക് മാത്രമാണ് ഇവിടെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ടൂറിസ്റ്റ് മേഖലയിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ ചുറ്റിപ്പാറ മാറിയിട്ടുണ്ട്. ഉറപ്പായിട്ടും
ത്രിതല പഞ്ചായത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ പ്രദേശത്തെ ഒരു വൻ കുതിപ്പിലേക്ക് ടൂറിസം നമുക്ക് മാറ്റുവാൻ കഴിയും. ഈ നാടിൻ്റെ പൊതുവായ വികസനവും കൂടെ വരാൻ കഴിയും. ഇതൊരു ട്രൈബൽ മേഖലയാണ്. ഇത് പൊൻപാറ സെറ്റിൽമെൻറ്റിൽ വരുന്ന പ്രദേശമാണ്. ഈ നാട്ടുകാരുടെ നല്ല സഹകരണം ഉണ്ടാവും ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി വികസനത്തിന്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ അനന്തമായ ടൂറിസം സാധ്യത ഉണ്ടാകുമെന്നാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 15 വർഷമായി ഇവിടെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സന്ദർശകരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പ്രാദേശിക ടൂറിസം പദ്ധതികളിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ സൂര്യോദയം കാണാനും എല്ലാത്തിനും ഒരുപാട് കോളേജ് വിദ്യാർത്ഥികളും ഫാമിലികളും എല്ലാവരും വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അവിടെ വന്ന് ഒരുപാട് പേര് വഴി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ചുറ്റിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടി നേരത്തെ തന്നെ MLAയ്ക്കും MP-ക്കും എല്ലാവർക്കും നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പലരും വന്നു ഇങ്ങനെ നോക്കുകയും എടുക്കുകയും എല്ലാം ചെയ്തു പോയി. ഇപ്പോൾ റെഡിയാവും, ഇപ്പോൾ ഇതാവും എന്ന് പറഞ്ഞു. ഈ പ്രദേശം നല്ല ചുറ്റിപ്പാറ നല്ല ഒരു തിരുവനന്തപുരം സിറ്റിയെ തന്നെ ഏകദേശം തിരുവനന്തപുരം ജില്ലയുടെ ഒരു 50% ഇതിൻ്റെ മുകളിൽ നിന്നാൽ കാണാമെന്നുള്ള ഒരു രീതിയാണ്. ചുറ്റിപ്പാറയിലെ ആദിവാസി സമൂഹത്തിന്റെ ആയിരവല്ലി ക്ഷേത്രവും ഇവിടുത്തെ കുംഭ തിരുവാതിര ചടങ്ങുകളും ഏറെ പ്രസിദ്ധമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരൊറ്റ ഫ്രെയിമിലേക്ക് ചുരുക്കണമെങ്കിൽ ചുറ്റിപ്പാറയിലേക്ക് പോയാൽ മതി. അല്പം സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ല ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ഞങ്ങളുടെ പ്രതിനിധി അരുൺ മോഹനാണ് ഈ റിപ്പോർട്ട് അവിടെ നിന്ന് തയ്യാറാക്കിയത്. ഈ ചുറ്റിപ്പാറ എന്ന സ്ഥലം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി തന്നത്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ നേരം വൈകുന്നേരത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളുമായി നാളെ കാണാം.